എല്ലാവർക്കും ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഇന്നൊരു ഹെൽത്തി കേക്ക് റെസിപ്പിയായ വീറ്റ് ജാഗരി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിൽ. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ആദ്യമായിട്ട് നമ്മൾ കേക്കിൻ്റെ ഫ്ലോർ അളന്നെടുക്കുന്ന അതേ കപ്പിൽ ഹാഫ് കപ്പോളം ചെറുകിയ ശർക്കര ഇട്ട് കൊടുത്ത് അതിലേക്ക് വളരെ കുറച്ചത് 1/4 കപ്പിൽ താഴെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുക്കണം. ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരയിലുള്ള എന്തെങ്കിലും അഴുക്കൊക്കെയും മണ്ണൊക്കെയും ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജാഗരി സിറപ്പ് അരിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലോറ് ഒന്ന് നന്നായിട്ട് ഇടഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാനാണ്. അതായത് 1 കപ്പ്, അതായത് ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ നമ്മൾ ജാഗരി ഇടുന്നെടുത്ത് അതേ കപ്പിൽ 1 കപ്പ് ഗോതമ്പ് മാവും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് 3 തവണ സീവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതാണിത്. സീവ് ചെയ്താണെങ്കിൽ കൂടിയും നമുക്ക് വിസ്ക് വെച്ച് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്കും റെഡിയാക്കലാണ്. അതും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക്, അതായത് ഒട്ടും ഈർപ്പമൊന്നും ഇല്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് അതിലേക്ക് 1 സ്പൂൺ അളവിൽ വാനില എസൻസും നമ്മൾ ഫ്ലോർ അളന്നെടുത്ത് അതേ കപ്പിൽ 1/4 കപ്പിൽ മേലെ വേണം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഹൈ സ്പീഡിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജാഗരി സിറപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുക്കണം. നല്ലപോലെ ഉറച്ചിരിക്കുന്ന മിക്സാണ്. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിന് പകരം ജാഗരി പൗഡർ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിത് മുഴുവനോടുള്ള ജാഗരി യൂസ് ചെയ്തുകൊണ്ടാണ് അഴുക്ക് പോകാൻ വേണ്ടിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ അരിച്ചെടുത്ത മിക്സ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റിൽ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിലേക്ക് ഒരല്പം ഗ്രാമ്പു പൊടിച്ചതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ റമ്മിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇതിലേക്ക് 2-3 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഫൈനലായിട്ട് ഏകദേശം 1 ചെറിയ സ്പൂൺ അളവിൽ വിനീഗറും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. റെഡിയാക്കിയിട്ടുള്ള ബാറ്ററിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. നമുക്കിത് കേക്കിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് മേളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്ത് നമുക്കിത് കേക്ക് ടിന്നെ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത്, അതായത് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ സ്ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു 45 മുതൽ 50 മിനിറ്റ് വരെയാണ് നമ്മുടെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത്. 1 അവർ കഴിഞ്ഞ് നമ്മുടെ കേക്ക് തുറന്ന് നോക്കിയപ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു കത്തി വെച്ച് കുത്തി നോക്കുമ്പം ഒട്ടും സ്റ്റിക്കി ആയിട്ടൊന്നും വരുന്നില്ല. ഇനി നമുക്കിത് തണുക്കാം. അപ്പം നമ്മൾ ഉണ്ടാക്കിയ വീറ്റും ജാഗരിയും കൊണ്ടുള്ള ഈസി ടേസ്റ്റി ഹെൽത്തി പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. നമ്മുടെ കേക്കിൻ്റെ കണ്ടോ, ടെക്സ്ചർ ഉണ്ടോ? ഇത് വീറ്റ് കൊണ്ടുണ്ടാക്കിയെന്ന് ഒരിക്കലും പറയില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. അടുത്തൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം. Thanks for watching and keep watching.